എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 22-ന്റെ 8 മുതൽ 10 വരെ. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗരാജ്യത്തെ പരാമർശിക്കുന്ന ശക്തമായ ഒരു ഉപമയാണ് കർത്താവ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ തവണയാണ് കല്യാണ സദ്യയ്ക്ക് വേണ്ടി ഒരു ക്ഷണം നടത്തപ്പെടുന്നത്. ആദ്യം ക്ഷണിക്കപ്പെട്ടവർ അവരെ വിളിക്കാൻ പോയി. അതായത് ആദ്യം ഒന്ന് ക്ഷണിച്ചു, പിന്നീട് അവരെ വിളിക്കാൻ പോയി. അങ്ങനെ 2 വിളി കഴിഞ്ഞു. എന്നാൽ അങ്ങനെ വിളിക്കാൻ പോയ ആളുകൾ, ക്ഷണിക്കപ്പെട്ടവർ ക്ഷണം നിരസിക്കുകയും ക്ഷണിച്ചവരെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ട് രാജാവ് ഒരു യുദ്ധം നടത്തി അവരെയെല്ലാം തോൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പട്ടണം ചുട്ടുകളയുന്നു എന്ന് നമ്മൾ കാണും. അങ്ങനെയാണ് ക്ഷണിക്കപ്പെട്ട ആളുകൾ വരാത്തത് കൊണ്ട് അനർഹരായവരെ, അതായത് യാതൊരു കാരണവശാലും ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ കല്യാണ സദ്യയ്ക്ക് പോകാൻ യോഗ്യതയില്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ടുവരാൻ ദാസന്മാരെ യജമാനൻ അയക്കുന്നത്. വഴിക്കവലകളിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ക്ഷണിക്കപ്പെട്ടവർ വരാതിരുന്നത് കൊണ്ട് വിജാതീയരെ സദ്യയ്ക്ക് ക്ഷണിക്കുന്നു. പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലുമുള്ളവരാണ് അവർ. ഏറെക്കുറെ വിജാതീയർ എന്ന ഗണത്തിൽ എണ്ണപ്പെടുന്നു. അവർ ദരിദ്രരും വികലാംഗരും കുരുടരും മുടന്തരുമൊക്കെ ആവാം. ഈ ഭാഗം മത്തായിയിൽ വരുമ്പോൾ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. രണ്ടാമതൊരു ഉപമയുടെ രൂപവും ഭാവവും ഒക്കെ അതിനുണ്ട്. ദുഷ്ടരും ശിഷ്ടരുമായ ആളുകളെ ക്ഷണിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്. എന്നിട്ട് പോലും ഒരാൾ വിവാഹ വസ്ത്രമില്ലാതെ വിരുന്നിനെത്തുന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം. പൗരസ്ത്യ നാട്ടിലെ നഗരങ്ങളിലുള്ള ചന്തസ്ഥലവും നഗര കവാടവുമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ജനങ്ങൾ തമ്പടിക്കാറുണ്ട്. ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ച് അവർ പുറമ്പോക്ക് നിവാസികളും ചുങ്കക്കാരും പാപികളും അശുദ്ധമായ ജോലികളിലോ വ്യാപാരങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവരുമായിരുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ വിളിക്കാൻ പോകുന്നത്. യഹൂദൻ്റെ കണ്ണുകളിൽ അശുദ്ധരെന്ന് മുദ്ര കുത്തപ്പെട്ടവരെ കല്യാണ സദ്യയ്ക്ക് അവർക്ക് പകരമായി ക്ഷണിക്കുന്നു എന്ന ധ്വനിയാണ് ഉപമയുടെ പ്രസക്തമായ ഭാഗം. ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ യുഗാന്ത്യ വിരുന്നിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരാൻ ദൈവം എല്ലാ പരിശ്രമവും നടത്തുന്നു. തെരുവുകളിലുള്ളവർക്കും ദുഷ്ടരും ശിഷ്ടരുമായവർക്കും ക്ഷണം കിട്ടുന്നതിൻ്റെ അർത്ഥം ഇതാണ്: പാപികളും രാജകുമാരൻ്റെ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ പതിപ്പായ സഭയിലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന ഉപമകളിലെല്ലാം ശ്രദ്ധേയമായ ഒരു സംഗതി, മറ്റുള്ളവരുടെ കണ്ണിൽ യോഗ്യതയില്ല എന്ന് കണ്ട് തള്ളിക്കളഞ്ഞവരെ കർത്താവ് അതിനുവേണ്ടി ക്ഷണിക്കുന്നു എന്നതാണ്. മൂന്നാമത്തെ ക്ഷണമാണിവിടെ. ഇവിടെ വർത്തമാനകാലം നമുക്ക് ദർശിക്കാം. 9-ാം വാക്യത്തിൽ പോകുക എന്ന് പറഞ്ഞത് 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തെ ഓർമ്മിപ്പിക്കുന്നു. കാണുന്നവരെയൊക്കെയും വിളിച്ചതിൽ ശൗലിനെ പോലെയുള്ള ന്യായപ്രമാണം അനുഷ്ഠിച്ച യഹൂദന്മാരെയും കാണാം. ഫിലിപ്പിയയിലെ പുറജാതി ജയിൽ സൂപ്രണ്ടും ഈ കൂട്ടത്തിൽ ഉൾപ്പെടാം.
ഇത്ര വലിയ ശിക്ഷ അവഗണിച്ചാൽ എങ്ങനെ തെറ്റി ഒഴിയും? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു. ആകയാൽ സ്വന്തത്തിൽ നിന്നു മാറി ജാതികളെ ക്ഷണിക്കുന്ന ദൈവം. യഹൂദന്റെ വീഴ്ച ജാതികൾക്ക് രക്ഷയ്ക്ക് മുഖാന്തരമായി. റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യാവലിയിലൂടെയും ഉത്തരത്തിലൂടെയും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അടിമകളാക്കപ്പെട്ട യഹൂദജനം യുഗാന്ത്യ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരാണെങ്കിലും അതിൽ നിന്നും വ്യതിചലിച്ചു പോവുകയും ഒരിക്കലും ന്യായപ്രമാണപ്രകാരം ജീവിതത്തെ കാണാത്ത ആളുകൾ ആ വിരുന്നിലേക്ക് വരികയും ചെയ്യുന്ന വളരെ ദൈവികമായ ഒരു വിരുന്നിൻ്റെ അനുഭവമാണ് ദൈവരാജ്യം. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഭയിലൂടെ കർത്താവിനെ അറിഞ്ഞ നമ്മുടെ ജീവിതം ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദനമാക്കി മാറ്റാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണം. നമ്മൾ യോഗ്യതയില്ലെങ്കിലും ക്ഷണിക്കപ്പെട്ടവരാണ്. കർത്താവ് നമ്മളെ തള്ളിക്കളയാതെ ആ വിരുന്നിൽ ചേർത്ത് നിർത്താൻ നമുക്ക് ഇടയാകട്ടെ. അതിനായി നമ്മളെ ഒരുക്കാം, കാത്തിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. സാധ്യതകളുടെ, നന്മകളുടെ ഒരു പകലിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ ഇടയാക്കുന്നല്ലോ. രാത്രിയിൽ അവിടുത്തെ കരുണ ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം സംഭവ ബഹുലതകൾ നിറഞ്ഞ ലോകത്ത് ഞങ്ങൾ പ്രത്യേകമായി വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ദൈവീക ക്ഷണത്തിന് അനുസൃതമായി ജീവിതചര്യയെ നിയന്ത്രിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ ഇടപെടുന്ന ജീവിത വ്യവഹാര ഇടങ്ങളിലെല്ലാം ആ ഒരു വിളിയുടെ ഉൾബോധ്യം ഞങ്ങളെ പിന്തുടരണമേ. യേശുമശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കരുണയുള്ള കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.